ഹലോ, നമസ്കാരം. പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാഷൻ ഫ്രൂട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ്. ഒരു സീസണൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വള്ളിയിലാണ് പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അത് നിറച്ച് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കഴിച്ചെടുക്കും. ഷുഗറിനൊക്കെ വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. വിറ്റാമിൻ സി ഉണ്ട്, ദഹനത്തിന് നല്ലതാണ്. വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിന്, ചർമ്മത്തിനൊക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് ജ്യൂസ് പോലെയൊക്കെ കുടിക്കാം. ദാഹശമനത്തിനും വയറിന് ശരീരത്തിന് തണുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ചില ഈ ഫ്രൂട്ടിന് സ്വന്തമായിട്ട് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പുളി ആവശ്യമുള്ളവർക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ ജ്യൂസ് ആക്കിയിട്ടും കഴിക്കാം. പിന്നെ ഈ കാണുന്ന വള്ളി നമ്മുടെ വാനിലയാണ്. ഈ വാനിലന്നാണ് വാനിലയുടെ കായ എടുത്തിട്ട് എസൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറെ വള്ളികളുണ്ട്. ഇതൊരു ചാമ്പ മരത്തിലാണ് കയറി കിടക്കുന്നത് കേട്ടോ. വേറെയും പാഷൻ ഫ്രൂട്ടുകളുണ്ട് ഇവിടെ. അത് കുറച്ചപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വേറൊരു ചാമ്പ മരത്തിൽ ഇതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കയറി അതിന്റെ വള്ളി കയറി മറിഞ്ഞിട്ടുണ്ട്. ഈ വള്ളിക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുന്ന മരത്തിനെ അത് നശിപ്പിക്കും. പിന്നെ അത് വളരാൻ പറ്റാതെ ഇലകൾ മൊത്തം പടർന്ന് നമുക്ക് പുറത്ത് നിൽക്കുന്നൊന്നും പിന്നെ ആ സൂര്യപ്രകാശമൊന്നും ആ കേറിയ മരത്തിന് കിട്ടാതെ ആ മരം നശിച്ചു പോകും. പക്ഷെ പാഷൻ ഫ്രൂട്ട് വളരെ തഴച്ച് വളരും, നിറച്ച് കായകളുണ്ടാവും. ചാമമരത്തിനെ കൊല്ലാൻ വിട്ടിട്ട് പാഷൻ ഫ്രൂട്ടിനെ രക്ഷിച്ചു പിടിച്ചേക്കാണ് ഇപ്പൊ. അത്ര പെട്ടെന്നൊന്നും ഇത് നശിച്ചു പോകില്ല. അതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ മരത്തേലേക്ക് ഇങ്ങനെ അത് സ്പ്രെഡ് ആവും. അതിന്റെ ഇല ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറെ വർഷമായി ഇപ്പൊ പാഷൻ ഫ്രൂട്ട്. ഒരു 5, 6, 8, 9 കൊല്ലായി കാണും. കുറച്ചങ്ങ് ചെല്ലണം, അപ്പുറത്തഴ കൂടെ ഇറങ്ങിയിട്ടേ. ചീരയാണ്, ചീര. ഈ പാഷൻ ഫ്രൂട്ട് നമുക്ക് ഇതിന്റെ വിത്തോ തയ്യോ ഇതിന്റെ താഴെ പൊട്ടി മുളയ്ക്കും ചിലപ്പോൾ വിത്തുകളൊക്കെ. അതുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും. തണുപ്പുള്ള പ്രദേശത്താണ് അത് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ തണുപ്പ് കാലത്ത് ഇത് കൂടുതലായിട്ടുണ്ടാവും. ഞങ്ങളുടെ ഇങ്ങോട്ട് നല്ല തണുപ്പാണ്, അപ്പോൾ നന്നായിട്ട് കായ്ക്കും. പിന്നെ 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് വയലറ്റ് കളറുള്ളതുണ്ട്, 3 തരത്തിലുണ്ട്. വയലറ്റ് കളറുണ്ട്, വെള്ള കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. പക്ഷെ ഏകദേശം ഇതിന്റെ ഉള്ളില് ഉള്ള ടേസ്റ്റ് ഏറെക്കുറെ ഒരേപോലെ സെയിം ആണ് ഞാൻ കണ്ടെടുത്തോളം. വളവോ അങ്ങനെ പ്രത്യേകിച്ച് പരിചരണമോ ഒന്നും ആവശ്യമില്ല. ഒന്ന് കയറി പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ അവർ തന്നെ കയറി പൊക്കോളും. നല്ലൊരു വളവിടാത്തൊരു ഫ്രൂട്ടും കിട്ടും.